ശ്രീ പി എം ഹർഷോ, ഇത് CPM-ന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ DNA-യിലുള്ള അഴിമതിയുടെ പ്രതിഫലനം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. ഇതിപ്പോ ഏതാണ്ട് 5 ലക്ഷം ലിറ്ററിന്റെ മഴവെള്ള സംഭരണി ഉണ്ടാക്കും, അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല എന്ന് സർക്കാർ വാദിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ അതിനെ വിശദീകരിക്കുന്നു. അവിടെ മഴ ദൗർലഭ്യമുള്ള മേഖലയാണ്, കുടിവെള്ള ദൗർലഭ്യമുള്ള മേഖലയാണ്, ഇനി വരുന്നത് വേനൽക്കാലമാണ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതൊരു ജനകീയ പ്രശ്നമാണ് എന്ന് പ്രതിപക്ഷം വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി സഭയിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? ഈ പദ്ധതിയുമായി മുന്നോട്ട് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഇതുവരെ കൊണ്ടുവന്ന, നിങ്ങൾ പറയുന്നത് പോലെ കൊണ്ടുവന്ന പല ആരോപണങ്ങളിൽ ഒന്നായി കെട്ടടങ്ങി പോകും എന്നുള്ളതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടാണ് എന്നുള്ളതെന്ന് കേരള നിയമസഭയ്ക്കകത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നോട്ടാണോ എന്നുള്ളതിനകത്ത് പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം പിന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നതിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിനകത്ത് എന്തെല്ലാം, അത് കേരളത്തിനകത്ത് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും വിവിധങ്ങളായ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും പല നിലയ്ക്കുള്ള തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു അത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെളിവാക്കപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പിന്നോട്ട് പോയത് എന്നതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും കേരളത്തിലെ ദേശീയപാത വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ ഒരു മുന്നണി രൂപീകരിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള സമരാഭാസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ്. ഇടവൺ കൊച്ചി പവർ ഹൈവേ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല, അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം തെരുവിലിറങ്ങിയതാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഇതിവിടെ അനുവദിക്കില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല, ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം തെരുവിലിറങ്ങിയതിൻ്റെ ഓർമ്മകൾ നമുക്കുണ്ടാകും. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. സമാനമായ നിലയിൽ എത്രയോ ഇപ്പോൾ AI ക്യാമറകൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ അപകട നിരക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ AI ക്യാമറയ്ക്ക് മുകളിലേക്ക് കൊട്ട വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെരുവിലിറങ്ങി സമരാഭാസം നടത്തിയ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ നമ്മുടെ മുൻപിൽ ഓർമ്മയിലുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടതായി വന്നു. KFON ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള, കഴിഞ്ഞ 9 വർഷക്കാലം എണ്ണി പറയാനായിട്ട് നിരവധിയായിട്ടുള്ള പൊള്ളയായ ആരോപണങ്ങൾ പ്രതിപക്ഷം കേരള പൊതുസമൂഹത്തിന് മുൻപിൽ വെച്ചത് നമ്മുടെ മുൻപിലുണ്ട്. അവയെല്ലാം പൊളിഞ്ഞു വീഴുകയും അവയൊക്കെയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോയതിൻ്റെ ഒക്കെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. സമാനമായ നിലയിൽ തന്നെ ഇതും പ്രതിപക്ഷത്തിന് പുറകോട്ട് പോകേണ്ടി വരും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ആരോപണം ഉന്നയിച്ചതിൽ നിന്നും പലകുറി പുറകോട്ട് പോയത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 10-15 മിനിറ്റ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ സംസാരിച്ച് പോകുന്ന സാഹചര്യത്തിൽ ഇവർ ഈ വിവാദം ആരംഭിക്കുന്നത് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ആ അഴിമതി ആരോപണത്തിൽ ഇപ്പോൾ സ്റ്റെക്ക് ചെയ്യണില്ല എന്നുള്ളതാണ്. കേരളം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു, ആ അഴിമതി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാദങ്ങളുമായിട്ടായിരുന്നു. വലിയൊരു അഴിമതിയാണ് ഇത് എന്നുള്ള നിലയ്ക്ക് ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷം ആദ്യം രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അത് അങ്ങനെ ഒരു അഴിമതിയാണെന്നില്ല. ഇപ്പം ഇന്ന് ഈ നിമിഷം എത്തുമ്പോഴേക്കും ആ അഴിമതി ആരോപണത്തിൽ നിന്നും അവർ പുറകോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ഇത്രയും വലിയൊരു അഴിമതിയാണെന്നുണ്ടെങ്കിൽ ഒരു അടിയന്തര പ്രമേയം കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിനുണ്ടല്ലോ. അതിന് അവർ തയ്യാറാകാതിരിക്കുന്നതിൻ്റെ നില അഴിമതി ആരോപണത്തിൽ നിന്ന് പുറകോട്ട് പോയി. ഇവരിപ്പോൾ നിലവിൽ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുൾപ്പെടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയ്ക്കകത്ത് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു വ്യവസായ സ്ഥാപനം കേരളത്തിനകത്ത് ആരംഭിക്കുമ്പോൾ പോയ കാലത്ത് കോൺഗ്രസ് അതിനോട് പുലർത്തിയിട്ടുള്ള സമീപനം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു നിലയ്ക്കുള്ള വ്യവസായങ്ങളും കേരളത്തിൽ വരേണ്ടതില്ല, ഒരു നിലയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ വരേണ്ടതില്ല. അതിൻ്റെ ഒരു മെറിറ്റിലേക്കും കടക്കുന്നില്ല. ഞങ്ങൾ എന്ത് കൊണ്ടുവന്നാലും, ഈ കേരളത്തിനകത്തേക്ക് എന്ത് കടന്നു വന്നാലും അതിനെ ആകെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് ലജ്ജാകരാണ്. അപ്പൊ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യവസായ സംരംഭവുമായി പക്ഷേ കോൺഗ്രസ് ഇപ്പോ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പാലക്കാട് കുടിവെള്ള പ്രശ്നമില്ല എന്നങ്ങ് പാലക്കാട് സ്വദേശി കൂടിയാണല്ലോ. ഇപ്പോ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് മഹാഭാവമല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ജനങ്ങൾക്ക് വെള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതും ആ ഗണത്തിൽ പെടില്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ പാലക്കാട് ഒരു മഴനിഴൽ പ്രദേശമാണ്, അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ
പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് പറയുന്നത് എലപ്പുള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളമുണ്ടെങ്കിൽ, നമുക്ക് വെള്ളത്തിന് വഴിയുണ്ടെങ്കിൽ, മാർഗമുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും എന്നിരിക്കെ എന്തുകൊണ്ടാണ് അത് സാധ്യമാകാത്തതെന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. അല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള ദൗർലഭ്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്തൊന്നും തർക്കമില്ല. പലയിടങ്ങളിലും വലിയ കുടിവെള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രദേശങ്ങളും കേരളത്തിന്റെ പല ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. തർക്കമില്ല. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പോയ കാലത്ത് നമ്മുടെ നാടിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാകാത്ത ഇടങ്ങളുമുണ്ട്. തർക്കമില്ല. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു പോകണം. കുടിവെള്ള ക്ഷാമമൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതിനകത്തൊന്നും തർക്കമില്ല. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നിലയ്ക്കും കുടിവെള്ള ലഭ്യത, അതേപോലെ തന്നെ ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഭ്യത ഉൾപ്പെടെ തടഞ്ഞ് വെക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന് പ്രയാസം ഉണ്ടാക്കുന്ന നിലയിലേക്ക് പദ്ധതി പോകുന്ന നിലയുണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി, എങ്ങനെയെല്ലാം ഈ പറഞ്ഞ പോലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച് ഈ പറഞ്ഞ പോലെ ഈ നിലവിലുള്ള കുടിവെള്ള സംവിധാനത്തിന് അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെച്ചപ്പെടുത്തണം. അതിനകത്തൊന്നും യാതൊരു തർക്കമില്ല കേട്ടോ. അതിന് എന്താ പറയുക, വിഘാതം ഉണ്ടാകുന്ന നിലയിലേക്ക് പ്രൊജക്ട് മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും, നാട്ടുകാരുടെ താല്പര്യമനുസരിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയ കാര്യം എന്നുള്ളതാണ് CPM പ്രതിനിധി ആവർത്തിക്കുന്നത്.